ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഞങ്ങൾ മൂലമറ്റത്തുനിന്ന് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ കാണാൻ പോയപ്പം അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു, മാരിക്കുത്ത്. അത് നമ്മളെ മോർക്കാട് എന്ന സ്ഥലമുണ്ട്. മോർക്കാട് എന്ന ആ സ്ഥലത്തുനിന്ന് ഇപ്പം മോർക്കാടിൻ്റെ ബോർഡാണ് കഴിഞ്ഞ് കേട്ടോ. ആ മോർക്കാട് സ്ഥലത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെ വില ഒരു 100-150 മീറ്റർ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വലത്തോട്ട് തന്നെ വീണ്ടും ഒരു വഴി തരും, ഒരു കോൺക്രീറ്റ് റോഡ്. അവിടെ ചോദിച്ചാൽ മതി, അതിൻ്റെ കോൺക്രീറ്റ് റോഡ് തിരിയുന്നിടത്ത് മുകളിലൊരു വീടുണ്ട്. ആ വീട്ടിൽ ചോദിച്ചാൽ മതി മാരിക്കുത്ത് വെള്ളച്ചാട്ടം. അപ്പോൾ അവർ പറയും ഇവിടുന്ന് കുറച്ചും കൂടെ പോകണമെന്ന് പറയും. ആ റോഡും കൂടെ വന്നു കഴിഞ്ഞാൽ കുറേ ഇപ്പം നമ്മൾ ആ റോഡിൽ കൂടെ വരുന്ന കേട്ടോ. ആ റോഡും കൂടെ വന്ന് കുറേ കഴിഞ്ഞ് ആ അമ്പലത്തിൻ്റെ ബോർഡാണ് കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ റബ്ബർ കാടാണ്. ആ റബ്ബർ കാടല്ല, റബ്ബർ തോട്ടം. നല്ല അടിപൊളി റബ്ബർ കിട്ടും. ഇതിൻ്റെ ഈൾഡ് എന്നാ കൊണ്ട് ഇതിൻ്റെ വില എന്നാണ് നമുക്കറിയത്തില്ല. കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ മഴയാണ്ടായിരിക്കും എല്ലാം ഗാർഡിട്ടാണ് വെട്ടുന്നത്. റെയിൻ ഗാർഡ് ഇട്ടിട്ടുണ്ട് മൊത്തം. ഇവിടുന്ന് കുറേ ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറേ ദൂരം അങ്ങോട്ട് ചെന്നു. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സ്കൂട്ടറിനാണ് വന്നത്. സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കനെ അറിയാലോ, എയറോക്സ്, അവനല്ല വന്നത്. അതുകൊണ്ട് അത് സ്കൂട്ടറിനും ബൈക്കിനും തുല്യമാണ്. കുറേ ഇങ്ങോട്ട് വന്നിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൻ്റെ അവിടെ ഇത് ഒരു കാർ പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. നമ്മളവിടെ വന്നപ്പോൾ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു, എടുത്തോണ്ട് പോയി. അപ്പോൾ സിമ്പിളായ കാർ പാർക്കിംഗ്. ഇനി ആ കോൺക്രീറ്റ് റോഡൊക്കെ തീർന്നത് മൺ റോഡായി. ഇത് നമ്മുടെ ബോർഡിൻ്റെ അടുത്തോട്ട് എത്താൻ പോകാം കേട്ടോ. ബോർഡ് എന്ന് വെച്ചാൽ സർക്കാർ വെച്ചേക്കുന്ന ബോർഡാണ് കേട്ടോ. ഇതേ കണ്ടല്ലോ, ആ ബോർഡിൽ ഇതിൻ്റെ അപകട സാധ്യതയുള്ള സ്ഥലമായതിനാൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി സൂക്ഷിക്കുക. ആ ബോർഡിൽ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണാൻ വന്ന മാരിക്കുത്ത് വെള്ളച്ചാട്ടത്തിന് മുകളിലെത്താം. ആ മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നന്നായിട്ട് പകർത്തണമെങ്കിൽ ആ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യണം. പക്ഷെ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല അപകടം പിടിച്ച പണിയാണ്. കാരണം നല്ല വഴുക്കലാണ്, നന്നായിട്ട് ശക്തിയിൽ വെള്ളം ഒഴുകുന്നത്. അപ്പം എന്താ കാണിച്ചു, നമ്മൾ അവിടെ ഒരു ചേട്ടൻ റബ്ബർ വെട്ടുന്നുണ്ട്. ആ ചേട്ടനോട് ഈ ചേട്ടൻ പറഞ്ഞു താഴെ ഇറങ്ങിപ്പോൾ ഇച്ചിരി റിസ്ക്കാണ്, താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം നല്ലതായിട്ട് കാണാൻ. അപ്പം ഞാൻ ചാലിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. പോയിട്ടൊന്നുമില്ല, പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ അത്യാവശ്യം പോകുന്ന ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് ആ വഴി ചെറിയൊരു നടപ്പ് വഴി, അതായത് നമ്മൾ സ്ഥിരം നടക്കുമ്പം ചെറിയൊരു വഴി ഉണ്ടാവുമല്ലോ, അമ്മാതിരി വഴിയാണ്. ആ വഴി ഞങ്ങൾ താഴെ ഇറങ്ങിപ്പോട്ടോ. ഇത് മലയിഞ്ചി കേട്ടോ. ഇമാതിരി പ്രദേശത്തെല്ലാം മലയിഞ്ചി ഇഷ്ടമല്ല. മലയിഞ്ചി തോട്ടം നമ്മളവരുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മലയിഞ്ചി എന്തൊക്കെയോ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. തോട്ടത്തിന് ആ ചേട്ടൻ പറഞ്ഞ് അത് 3 വർഷം കൂടുമ്പോൾ വിളവെടുക്കാത്തുള്ളൂ. എനിക്കറിയത്തില്ല, അത് അവർ അതായത് അവരുടെ ചേട്ടനൊക്കെ നട്ട് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചേക്കണം. അതിൻ്റെ പുള്ളിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിയെ അവിടെ വെറുതെ നിന്നാ. ഈ പുള്ളിയുടെ തന്നെ പുള്ളിയുടെ അല്ല, പുള്ളിയുടെ ചേട്ടനെ ആ തോട്ടം അതിനെപ്പറ്റി അറിയത്തില്ലെന്നാണ് പുള്ളിക്ക് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ പുള്ളിയുടെ ഫോൺ നമ്പരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് മലയിഞ്ചിയെ പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ പ്രകൃതി വള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രകൃതി വികൃതി. ഇതേ കണ്ടല്ലോ, നമ്മൾ ആ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മേളിൽ അവിടുന്ന് കാണുന്നതാണ് മാരിക്കുത്ത് വെള്ളച്ചാട്ടം. ഇത് ഇങ്ങനെ കാണുന്നത് കേട്ടോ. പാറക്കട വഴി വരുന്നതിനൊക്കെ ആഹാ എന്താ ഭംഗി. അത് താഴെ ഒന്ന് വീഴുന്നു നോക്കി. അപ്പോൾ നമ്മൾ താഴെ എത്തി. യാത്ര ചെയ്യാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ പിന്നെ മൊബൈൽ റേഞ്ച് ഉണ്ട്. ഞാനിവിടെ നമ്മുടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഞാൻ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്തായിരുന്നു. അതുകൊണ്ട് അവിടെ റേഞ്ച് ഉണ്ട്. ചില ഭാഗങ്ങൾ കട്ടായിപ്പോകും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണം വെച്ചാലും അങ്ങനെ പരിചയമില്ലാത്തതും ഗാർഡില്ലാത്തതും അനുഭവ സമ്പത്തില്ലാത്ത ആൾക്കാരുടെയും വാക്കുകളൊന്നും കേൾക്കാതെ ഒരു കാരണവശാലും അവിടെ ഒന്നും ഇറങ്ങരുത്. അപകടം പറ്റും. എന്നാ സംഭവിക്കും നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ ഭംഗി ആസ്വദിച്ച് നമ്മൾ ആ വെള്ളത്തിൽ ഈ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ആ സൈഡിൽ നല്ല ആഴക്കുറവുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളവിടെ ചവിട്ടി ഒക്കെ നോക്കി, കമ്പൊക്കെ ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. ആഴക്കുറവുള്ള സ്ഥലമുണ്ട്. പക്ഷെ എന്നാലും വെള്ളം ശക്തിയായിട്ട് എപ്പോൾ വേണേലും മലവെള്ളം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് എന്തോ പറയണം, സ്വർഗത്തിൽ നിന്ന് മണിമുത്ത് പെയ്യുന്ന പോലെ വരുന്നത്, അല്ലെ ആലിപ്പഴം പെയ്യുന്ന പോലെ വരുന്നത്, അല്ലെ ഐസ് വരുന്നത്. എന്തോ ഭംഗിന്നറിയോ, നല്ല പതഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ പ്രകൃതി എന്തൊക്കെ സാധനമാണല്ലേ അവിടെ മണ്ണിൽ ഒളിച്ചു വെച്ചേക്കണേ. നോക്കി നല്ല പഞ്ഞി വരുന്ന പോലെ കുടുകൂടാന്ന് വരുന്ന കേട്ടോ. അതിൻ്റെ ആ അപകടം ഇവിടെ ഒന്നുമല്ല, അതിൻ്റെ സൈഡിൽ മറ്റേ നമുക്ക് മേളിലും മറ്റേ വാർത്ത് വെച്ചേക്കുന്ന പോലെ, അതായത് നമുക്കൊരു കവചം പോലെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇറങ്ങി കുളിക്കാട്ടോ. ഇവിടെയൊക്കെ തദ്ദേശീയ ആൾക്കാർ ഒരുപാട് പേര് വരുന്നത്. പിന്നെ അവർ എന്നും കാണുന്നതുകൊണ്ട് അവർക്ക് ഇതിനോട്ടൊരു പുതുമയില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർ വല്ല സ്ഥലത്തുനിന്നൊക്കെ വന്ന് നാട്ടിൽ നിന്ന് വന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊന്നുമല്ല, അതൊരു ഭംഗിയാണ്.
അതിന് നടുക്കിരുന്നാടല്ല, AC ആണ്, AC. വേറൊന്നും പറയാനല്ല. കാറ്റ് നമ്മുടെ കടൽ തീരത്ത് പോലും ഇന്നല്ല കാറ്റടിക്കണേ. ഞങ്ങൾ ഇതുപോലെ കുറേ സ്ഥലങ്ങൾ തപ്പിപ്പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കാട്ടിനകത്തൂടെ കുന്നും മലയും കയറിയൊക്കെ പോണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട സാധനങ്ങൾ പിന്നെയും പിന്നെയും അതിനൊരു ബോറടി ഉണ്ടാവുമല്ലോ. ഇങ്ങനെ കാണാത്ത സാധനങ്ങൾ തപ്പിയെടുക്കാന്ന് വെച്ചാൽ ഒരു സുഖമാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു സബ്സ്ക്രൈബ് കൊടുക്കും കേട്ടോ. സബ്സ്ക്രൈബ് കൊടുക്കുമെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും പറയണം, ഒരു സബ്സ്ക്രൈബ് കൊടുക്കും. ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാലോ. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.